പത്താമുദയം അഥവാ മേടപ്പത്ത് സൂര്യദേവന് ഏറ്റവും പ്രാധാന്യമുള്ള മേടമാസത്തിൽ വരുന്ന ദിനം. ഈ ദിനത്തിൽ സൂര്യൻ അത്യുച്ച രാശിയിൽ വരുന്നു എന്നാണ് ജ്യോതിഷത്തിലെ സങ്കല്പം. സൂര്യതേജസ് അതീവ ശക്തിയോടെ പ്രഭവിക്കുന്ന മാസമാണ് മേടമെന്ന് നമുക്കറിയാം. മേടം രാശി സൂര്യന്റെ ഉച്ചരാശിയുമാണ്. അതിൽ തന്നെ മേടം പത്താണ് അത്യുച്ചവും. ഏത് നല്ല കാര്യവും ആരംഭിക്കാവുന്ന ഉത്തമ ദിനമായാണ് മേടപ്പത്ത് കണക്കാക്കപ്പെടുന്നത്. പത്താമുദയ ദിനത്തിലെ സൂര്യാരാധന സവിശേഷ ഫലദായകമാണ്. ഈ ദിനത്തിൽ ഭക്തിയോടെ സൂര്യദേവനെ സ്മരിച്ചാൽ രോഗദുരിത ശാന്തി ലഭിക്കും എന്നാണ് വിശ്വാസം. ദീർഘകാലത്തെ പ്രവൃത്തികൾ ആരംഭിക്കാനുള്ള ശുഭദിനവുമാണിത്. അതിനാൽ കാർഷിക ആരംഭത്തിന് ഉത്തമ ദിനമായി കരുതിപ്പോരുന്നു. മേടമാസത്തിലെ 10-ാം നാളാണ് പത്താമുദയം വരുന്നത്. പത്താമുദയ ദിവസം സൂര്യോദയത്തിന് മുൻപേ ദീപം കാണുകയും കന്നുകാലികൾക്ക് ദീപം കാണിച്ചു ഭക്ഷണം കൊടുക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. നിത്യപൂജയില്ലാത്ത കാവുകളിലും മറ്റും ഈ സമയത്ത് പൂജ നടത്തും. വീട് പാലുകാച്ചനും ഈ ദിനം അത്യുത്തമമാണ്. പത്താമുദയത്തിൽ വെള്ളിമുറം കാണിക്കൽ എന്നൊരു ചടങ്ങ് പണ്ടുണ്ടായിരുന്നു. ഉണക്കലരി പൊടിച്ച് മുറത്തിലാക്കി മേടം പത്തിലെ സൂര്യനെ ഉദയസമയത്ത് കാണിക്കുന്ന ചടങ്ങാണിത്. ഉദയത്തിന് ശേഷം ഈ അരിപ്പൊടി കൊണ്ടാണ് പലഹാരമുണ്ടാക്കി, അതായത് പൂജാപ്പമുണ്ടാക്കി പ്രസാദമായി കഴിക്കുന്നത്. പണ്ട് പൂജാപ്പത്തിനുള്ള വെളിച്ചെണ്ണ എടുത്തിരുന്നത് തേങ്ങ വരട്ടി കുത്തി പറ്റിച്ചായിരുന്നു. അരിപ്പൊടി നെല്ല് കുത്തി അരിയാക്കി അത് പൊടിച്ചു. പൂജാപ്പത്തിനുള്ള കൂട്ടിനുമുണ്ട് ഏറെ പ്രത്യേകതകൾ. പഴമക്കാർ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടാകും, പത്താമുദയത്തിന് 10 തൈയെങ്കിലും നടണമെന്ന്. ആചാരവും വിശ്വാസവും എന്നതിനപ്പുറം മണ്ണും മഴയും വിളവുമെല്ലാം പഴമുറക്കാർക്ക് നേരനുഭവമായിരുന്നു. മലയാളികൾ പത്താമുദയം കൊണ്ടാടുന്നതിൽ നൂറ്റാണ്ടുകളായി പിന്തുടരുന്ന കൃഷി അറിവുകൾ നിരവധിയാണ്. പണ്ട് പൂർണ്ണമായും പ്രകൃതിയെ ആശ്രയിച്ചുള്ള കൃഷിരീതിയായിരുന്നു. മഴ മാത്രമായിരുന്നു ആശ്രയം. കാലവർഷത്തിൻ്റെയും തുലാവർഷത്തിൻ്റെയും കാര്യത്തിൽ സമ്പന്നമായിരുന്നു അക്കാലം. ചാലിടലും വിത്തിറക്കലും തൈനടലുമെല്ലാം ഞാറ്റുവേലകൾ നോക്കി പഴമക്കാർ ചിട്ടപ്പെടുത്തിയത് സ്വാഭാവികം, തികച്ചും പ്രായോഗികവും. അങ്ങനെയാണ് പത്താമുദയം നടുതലകൾ നടാനും വിത്തിറക്കാനും ഏറ്റവും നല്ല ദിവസമായി പഴമക്കാർ തീർച്ചപ്പെടുത്തുന്നത്. ദക്ഷിണായന രേഖയിൽ നിന്ന് സൂര്യന്റെ വടക്കോട്ടുള്ള യാത്രയായ ഉത്തരായനത്തിനിടെ ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിൽ വരുന്ന ദിവസമാണ് വസന്തവിഷുവം. രാവും പകലും തുല്യമായി വരുന്ന ദിവസം ഇതാണ്. തുടർന്ന് വരുന്ന മേടവിഷു സംക്രമമാണ് വിഷുവായി നാം ആചരിക്കുന്നത്. ആചാരപരമായ കാര്യങ്ങളിൽ നാം പിന്തുടരുന്ന നിരയന രീതി അനുസരിച്ച് വിഷു സംക്രമം കഴിഞ്ഞു 10-ാം ദിവസമാണ് പത്താമുദയം. ഉത്തരാർദ്ധഗോളത്തിൽ കഴിയുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ദിവസങ്ങളിലൊന്നാണിത്. ഉഷ്ണകാലത്തിന്റെ പാരമ്യമായ മേടം 10-ന് തൈകൾ നട്ടാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ചൂട് കുറഞ്ഞ് ക്രമേണ മഴക്കാലത്തിലേക്കും പ്രവേശിക്കും. ഇടവപ്പാതിക്ക് കാലവർഷം തുടങ്ങും എന്ന കണക്ക് പണ്ടൊന്നും തെറ്റാറില്ല. അതുകൊണ്ട് തന്നെ 10-ാം ഉദയത്തിന് തൈ നട്ട് ആദ്യ ദിവസങ്ങളിൽ ചെറുതായി നനച്ചു കൊടുത്താൽ അത് മണ്ണിൽ പിടിക്കുമെന്ന് പഴമക്കാർ അനുഭവത്തിലൂടെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 10-ാം ഉദയത്തിന് 10 തൈയെങ്കിലും നടണമെന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത്. 10-ാം ഉദയത്തിന് പുലർച്ചെ കുളിച്ച് ശുദ്ധമായി നെയ്വിളക്ക് കൊളുത്തി സൂര്യന്റെ ശാന്തി മന്ത്രവും തുടർന്ന് സൗന്ദര്യലഹരിയിലെ സർപ്പദോഷ ശാന്തി മന്ത്രവും ഭക്തിയോടെ ജപിക്കുന്നത് അത്യുത്തമമാണ്. ശിവക്ഷേത്ര ദർശനവും രുദ്രസൂക്താർച്ചനയും രുദ്രസൂക്ത മന്ത്രസഹിതം അഭിഷേകം നടത്തിയ അഭിഷേക ജലം കൃഷിസ്ഥലങ്ങളിലും വ്യാപാര സ്ഥലങ്ങളിലും ഗ്രഹത്തിലും തളിക്കുന്നതും ശ്രേയസ്കരം തന്നെയാകുന്നു. 10-ാം ഉദയത്തിൽ വാഹനങ്ങൾ പൂജിച്ചു വാങ്ങുന്ന ആചാരവും ചില സ്ഥലങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. ഇവയൊക്കെയും ഈശ്വര വിചാരത്താൽ അത്യുത്തമം തന്നെയാണ്.